ഏതൊക്കെ രീതിയിലുള്ള വണ്ടികളാണ് ഇവിടെ സ്റ്റോക്കുള്ളത്? ഇവിടെ നമ്മൾ എല്ലാ രീതിയിലുള്ള, അതായത് ചെറുവണ്ടി മുതൽ സെമി പ്രീമിയം, പ്രീമിയം എല്ലാം ചെയ്യുന്നത്. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. 7 സീറ്റർ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, പ്രീമിയം വണ്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ല, ഏത് ഒരു പർച്ചേസ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതൊക്കെ നമ്മൾ ആദ്യം നോക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയാണ്. ഹിസ്റ്ററിയുള്ള വാഹനങ്ങൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ റീവണ്ടി ചെയ്യുന്നില്ല. ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന് ഹിസ്റ്ററിന്റെ ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഒരൊറ്റ റീവണ്ടി പോലും ഇവിടെ ഈ ഭാഗത്ത് അടുപ്പിക്കില്ല എന്നാണ് നമ്മുടെ നവാസ്ക പറയുന്നത്. ഒറിജിനൽ കേരള വണ്ടികളാണ് കേട്ടോ. വലുതും ചെറുതും ഏതൊക്കെ വണ്ടികളാണെങ്കിലും ഒക്കെ കേരള വണ്ടികൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, വിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? പ്രോപ്പർ ലൊക്കേഷൻ ഇവിടെ പുത്തനത്താണി, തിരുനാവായ റോഡ്. നല്ല കോഴിക്കോടൻ അലുവ കഷ്ണം പോലത്തെ ഒറിജിനൽ കേരള ഇന്നോവയും ക്രിസ്റ്റയും ചെറുവണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് മലപ്പുറം തിരുനാവായ ചന്ദനക്കാവിലെ ഹൈലക്സ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് നവാസ്ക. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ എന്ത് പറയുക കച്ചവടമൊക്കെ? ഓക്കെ. ഏതൊക്കെ രീതിയിലുള്ള വണ്ടികളാണ് ഇവിടെ സ്റ്റോക്കുള്ളത്? ഇവിടെ നമ്മൾ എല്ലാ രീതിയിലുള്ള, അതായത് ചെറുവണ്ടി മുതൽ സെമി പ്രീമിയം, പ്രീമിയം എല്ലാം ചെയ്യുന്നത്. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. 7 സീറ്റർ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, പ്രീമിയം വണ്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ല, ഏത് ഒരു പർച്ചേസ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതൊക്കെ നമ്മൾ ആദ്യം നോക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയാണ്. ഹിസ്റ്ററിയുള്ള വാഹനങ്ങൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ റീവണ്ടി ചെയ്യുന്നില്ല. ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന് ഹിസ്റ്ററിന്റെ ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഒരൊറ്റ റീവണ്ടി പോലും ഇവിടെ ഈ ഭാഗത്ത് അടുപ്പിക്കില്ല എന്നാണ് നമ്മുടെ നവാസ്ക പറയുന്നത്. ഒറിജിനൽ കേരള വണ്ടികളാണ് കേട്ടോ. വലുതും ചെറുതും ഏതൊക്കെ വണ്ടികളാണെങ്കിലും ഒക്കെ കേരള വണ്ടികൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, വിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? പ്രോപ്പർ ലൊക്കേഷൻ ഇവിടെ പുത്തനത്താണി, തിരുനാവായ റോഡ്. ഓക്കെ. അതായത് നിങ്ങൾ പുത്തനത്താണിന്ന് തിരുനാവായക്ക് വരികയാണെങ്കിൽ ചന്ദ്രൻകാവാണ് ലൊക്കേഷൻ വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ തിരുനാവായ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 3 കിലോമീറ്റർ. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. തിരുനാവായ 7 കിലോമീറ്റർ ഉണ്ടാവും. 7 കിലോമീറ്റർ ഉണ്ടാവും. തിരുനാവായ ഇങ്ങോട്ട് വരണം. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാൻ മൂപ്പര നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വിളിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ വണ്ടികളും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂപ്പര് വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. നമുക്ക് ആദ്യമായിട്ട് ഇതിൽ തന്നെ തുടങ്ങിയാലോ? ക്രിസ്റ്റൽ എന്ന് തുടങ്ങാം. ഇത് ഒരു KL11 കോഴിക്കോട് റൈസിനായിട്ടുള്ള വണ്ടിയാണ്. ഇത് മോഡൽ എത്രയാണ്? 2016 മോഡലാണ്. ഇത് ഓപ്ഷൻ ഏതാ? ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. Z ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. 2016 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഇതിപ്പോ 1 ലക്ഷം കിലോമീറ്റർ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന്റെ സർവീസ് കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ കേരള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കോഴിക്കോടുള്ള ആളുകൾക്ക് തന്നെ ഈ വണ്ടി ഇവിടെ നമ്പർ സൈഡ് നമ്മൾ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഹൈ പ്രൊഫൈൽ ടീമിന്റെ വാഹനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് 1 ലക്ഷം സർവീസ് 98 തന്നെ ഇവര് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം തന്നെ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഓക്കെ. എത്രാമത്തെ ഓണറിൽ നിൽക്കുന്ന വണ്ടി? ഇതിപ്പോ സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞത് ആക്ച്വലി ഇത് അവരെ വീട്ടിൽ തന്നെ അങ്ങോട്ട് ഒരു വീട്ടിൽ വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല. ഇതിൽ ഒരു എന്താണ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കമ്പനി തന്നെ മാറിയതാണ്. ഓക്കെ. എന്തെങ്കിലും അല്ല, അത് ഷോറൂമിൽ തന്നെ അവിടുത്തെ അവരെന്തെന്തോ ഇഷ്യൂ വന്നപ്പോ ടൂൾസ് എന്തോ വീണപ്പോ അവിടെ മാറിയത്. ശരി. ഷോറൂം തന്നെ ഹിസ്റ്ററിയിൽ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോണറ്റിനോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് മാത്രമേ. മെയിൻ ഗ്ലാസ് ഡിക്കി ഡോർ ഒന്നും റീപ്ലേസ് ഇല്ല. പക്ക വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് ഉണ്ട്, ബാക്കിയൊന്നുമില്ല. മെയിൻ ഗ്ലാസ് ആണ് റീപ്ലേസ്. ബോണറ്റ് അടിക്കൊന്നുമില്ല. ഇത് നിങ്ങൾ എത്ര ആസ്ക്? നമ്മള് 20 ലാഖാണ് ചോദിക്കുന്നത്. 20 ലക്ഷം ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. മാക്സിമം ചെയ്ത് കൊടുക്കും. കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം കട്ടിയായിട്ട് കുറച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് അല്ല. 20 ലക്ഷം ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറയും. പിന്നെ വണ്ടി മിയാണ്. യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഫോൾട്ട് ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഞാൻ പറയണ പോലത്തെ ഇല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഹുണ്ടായിന്റെ i20 വണ്ടിയാണ് ഇത്. എത്രയാണ് മോഡൽ വരുന്നത്? 2023 ഇറങ്ങിയ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട്? 22,000 കിലോമീറ്റർ. 22 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ്. സീറോ ക്ലെയിം ആണ്. ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കുക അതേപോലെ ഇറക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ വില കുറച്ച് കൊടുക്കും അല്ല? 7.5 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 7.35-30 ഫൈനൽ നമുക്ക് ചെയ്യാം. 35 ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ?
ഇവിടെ ഒരു മഹീന്ദ്രന്റെ ബൊലേറോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അല്ലേ? അതെ. ഇത് മോഡൽ എത്ര? ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല, 2022 മോഡലാണ്. ഓക്കെ, 2022 ശേഷം ഷേപ്പ് മാറിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എത്ര ഈ ഓടിയിട്ടുള്ളത് വണ്ടി? 32,000 കിലോമീറ്റർ ഓടിയ BS6 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. 32,000 കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. രജിസ്ട്രേഷൻ വണ്ടിയാണ്. തിരൂർ ആളുകൾക്ക് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു സാധനം മാറിയിട്ടില്ല. ഓക്കെ, പക്ക നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 9.75, 9.45. 9.45 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും കേട്ടോ. ഇതില് ഒരു റീപെയിന്റ് പോലും കേറിയിട്ടില്ല. വണ്ടി അത്രയ്ക്കും പക്കാണ് കേട്ടോ, ക്വാളിറ്റി വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി കളി കേട്ടോ. ഇവിടെ നമുക്ക് ഊണ്ടായിന്റെ ക്രെറ്റ നോക്കാം. ക്രെറ്റ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ക്രെറ്റ 1.4 ആണ്, അതായത് ഇതിന്റെ ബേസ് ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ അലവിലും കാര്യങ്ങളൊക്കെ അവര് ആദ്യത്തെ ഓണർ കയറ്റിയതാണ്. നല്ല കോസ്റ്റ്ലി ആലോചിച്ച് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഷേപ്പ് എങ്ങനെ വരുന്നത്? ഇത് 2018 2 വാഹനം ഇറങ്ങിയിട്ടുണ്ട്. മോഡൽ വരുന്നത് 2018 അന്നത്തെ ലേറ്റസ്റ്റ് ടൈപ്പ് ആണ്. 2018 ലേറ്റസ്റ്റ് ടൈപ്പ് ആണ്. ഓക്കെ, ആ ഗ്രില്ലൊക്കെ മാറിയിട്ടുള്ള ടൈപ്പ് ആണ്. അല്ല, ഈ വണ്ടി 2018 മോഡലാണ്. 18 ലാസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഇ ആണല്ലേ? ഓക്കെ, ബേസിൽ ഇ ആണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വണ്ടി ഉള്ളിൽ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. എത്ര ഓടിയിട്ടുണ്ടാവും? നല്ല നമ്പറാണ്, 333. നല്ല ഫാൻസി നമ്പറാണ് വരുന്നത്, നല്ല അലുവ കഷ്ണം പോലത്തെ നമ്പർ. ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി വേറെ തട്ടുമുട്ടി പരിക്കൊന്നുമില്ല. ഇല്ല, അപകടമൊന്നുമില്ല. ഇതിലിപ്പോ ഉണ്ടെങ്കിൽ തന്നെ പമ്പർ മാത്രമേ ഉള്ളൂ. കമ്പനി തന്നെ ചെയ്താണ്. കമ്പനിയിൽ നിന്ന് മാറിയത് അല്ലേ പമ്പർ? ഓക്കെ ഓക്കെ. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 9.65 ചോദിക്കുന്നത്. വില കുറച്ച്. ഇതിൽ മാക്സിമം ഈ 1.4 ആകുമ്പോഴേക്ക് മാക്സിമം 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും കേട്ടോ. ഇത് ഡീസൽ വണ്ടിയാണ്. അതെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു. 1.4 cc വരുന്നുള്ളൂ. അതെ അതെ, വേഗം വന്നു. ഇന്നോവ ക്രിസ്റ്റ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ആള് മാറിയിട്ടുണ്ട് കേട്ടോ, പ്രസന്റേഷൻ ആള് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 2018 മോഡലാണ്. Z ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. പിന്നെ 85,000 കിലോമീറ്റർ ഓടി. 85,000 ഓടിയിട്ടുള്ളൂ. അതെ, കമ്പനി സർവീസ്. ഓക്കെ, കമ്പനി സർവീസിൽ വണ്ടി. 85,000 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. തട്ടുമുട്ട് അപാകത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫുൾ ക്ലീൻ വണ്ടി, ജെന്യുവിൻ വണ്ടിയാണ് കേട്ടോ. ഇതിന് എങ്ങനെ ടാസ്ക് നമ്മൾ ചോദിക്കുന്നത് 24 ലക്ഷം രൂപ. 24,50 കുറച്ച് കൊടുക്കും. ഓക്കെ, മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താ വെച്ചാല് 2018 ഒറിജിനൽ കേരള ആണ്. ഇവിടെ എല്ലാ വണ്ടികളും കേരള ആണ്. Z ആണ് ഓപ്ഷൻ വരുന്നത്, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആകെ 85,000 കിലോമീറ്റർ ഓടിയ ഫുള്ള് കമ്പനി സർവീസുള്ള നല്ല അലുവ കഷ്ണം പോലത്തെ ഒരു വണ്ടിയാണ് ഇത്. അപ്പോ 24,50 ചോദിക്കുന്നുണ്ടെങ്കിലും വില കത്തിയായിട്ട് കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി കളി. നോക്കാം. ഇത് എത്ര മോഡലാണ്? എത്തിയോസ് ലിവർ 2014 മോഡൽ, 15 രജിസ്റ്റർ ആണ്. 14 മോഡൽ, 15 രജിസ്റ്റർ ആയിട്ടുള്ള GDSP ആണ്. GDSP ആണ്. എയർ ബാഗ്, ABS ഒക്കെ വരുന്ന വണ്ടി. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 78,000 കിലോമീറ്റർ. 78,000 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി മേജർ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, പക്ക വണ്ടിയാണ്. അല്ല, ഇവിടെ ഉള്ള എല്ലാം ഒറിജിനൽ കേരള. റീ വണ്ടി ഒന്നുമില്ല. ഓക്കെ, ഇതിന് എത്ര ആസ്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,40,000 രൂപയാണ്. 5,40 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. മോഡൽ എത്ര? നിങ്ങൾ 2014 മോഡൽ, 15 രജിസ്റ്റർ. ഓക്കെ, 2014 മോഡൽ, 15 രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിക്ക് 5,40 ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ നമുക്ക് ഒരു ഇറ്റിയോസ് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? 2012 മോഡലാണ്. എത്തിയോസ് GD ആണ് ഓപ്ഷൻ. GD ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? 1,56,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 1,56,000 ഓടിക്കണ്. ഓട്ടം കുറച്ച് വൈഡ് ആയിക്കണല്ലേ? ഈ ഒറ്റൊരു വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ഓട്ടം കൂടുതലുള്ളത്. ബാക്കിയൊക്കെ ഒന്നിന്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. മോഡൽ 2012 മോഡൽ ഉണ്ട്. മോഡൽ പഴയതാണ്. ഓട്ടോ മാത്രമേ ഓടിയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പഴയ വണ്ടിയല്ലേ. മേജർ ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. കട്ടയുള്ള ടയർ ഉണ്ട്. ഇതിന് മൈലേജ് കൂടുതൽ കിട്ടും. ഇതിന് ഇറ്റിയോസ് നമ്മളെ പ്രേക്ഷകർക്ക് അറിയാം. എന്താ വെച്ചാല് ഒന്നാമത് ഇതിന്റെ മെയിൻ്റെനൻസ് കമ്മി, അതുപോലത്തെ ബോട്ട് സ്പേസ് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ടാക്സിക്കാർ യൂസ് ആക്കുന്ന ഒരു വാഹനമാണ് ഇത്. ഇതിനെത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,90,000 രൂപ. 3,90,000 ചോദിക്കുന്നത്. ഓക്കെ, 4ാമത്തെ ഓണർഷിപ്പാണ്. 4ാമത്തെ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇത് ഓട്ടം 1,56 ഓടിക്കണേ. കറക്റ്റ് ആയിരിക്കോട്ടോ. അതിനേക്കാൾ അപ്പുറം ഓട്ടം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അല്ല? ഓക്കെ, ഇവിടെ ഒരു ഇന്നോവ കാർ നമുക്ക് നോക്കാം.
KL 54 അല്ലേ റൈസിന്? KL 54. പൊന്നാനി റൈസിനായിട്ടുള്ള വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? 2014 മോഡല്. 2014. ഓപ്ഷൻ വി ഓപ്ഷൻ ആണ്. വി ആണ്. 8 സീറ്റർ വണ്ടിയാണ്. 8 സീറ്റർ വണ്ടിയാണ്. ഇത് RC ഇൻക്ലൂഡ് ആണോ? അതെ തന്നെ. അതെ. ഓക്കെ. വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ട്? 2 ലക്ഷം കിലോമീറ്റർ. 2 ഓടി. കമ്പനി സർവീസ് ആണ്. പക്ക പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. ജെന്യൂൻ ഓട്ടാണ്. പിന്നെ കമ്പനി സർവീസ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. തട്ടുമുട്ട് പരിക്കൊന്നും മാറിയിട്ടില്ല കേട്ടോ. പക്ക ജെന്യൂൻ വണ്ടിയാണ്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 11,45,000 രൂപ. 11,45,000 രൂപയാണ് ഇതിന് ചോദ്യം. വില കുറച്ച് കേട്ടോ, ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കാല്. പുലിമുരുകനെ പരിചയപ്പെടാം. റേഞ്ച് റവർ ഒറിജിനൽ കേരള വണ്ടി. ഇതെങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡല് 16 രജിസ്റ്റർ. 15 മോഡല് 16 റൈസനായിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ ഇതിൽ വേറെന്തൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇത് ഏത് ഡയറക്ടറാണ്? പ്രിയദർശൻ ആദ്യത്തെ ഓണർ പ്രിയദർശനാണ്. ഓക്കെ, ഫസ്റ്റ് ഓണർ പ്രിയദർശനാണ്, മറ്റേ മലയാളം സിനിമ സംവിധാനകൻ. പിന്നെ അതിനുശേഷം പിന്നെ പ്രൊഡ്യൂസർ എടുത്ത് പിന്നെ അവരെടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ഓണർ. രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി നിൽക്കുന്നത്. സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പറയൂ. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഇത് ഡിസ്കവറി സ്പോർട്ട് SC എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. പിന്നെ 7 സീറ്റ് വണ്ടിയാണ്. പിന്നെ അതേപോലെ ഇത് നമ്മൾ എടുക്കുന്നത് തന്നെ കമ്പനി ഫുൾ ചെക്ക് ചെയ്തതിനു ശേഷം കമ്പനിയാണ് നമ്മള് ഇടപാടുകളും കാര്യങ്ങളും ചെയ്യുന്നതും. അവിടുന്ന് സർവീസ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ പോരുന്നത്. 73,000 കിലോമീറ്റർ 74,000 കിലോമീറ്റർ ഓടി 73,000 സംതിങ് കിലോമീറ്റർ സർവീസ് ചെയ്തിട്ടാണ് നമ്മള് വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. സർവീസ് പക്കയാണ്, ഒന്നും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. വണ്ടി എന്തെങ്കിലും മാറിക്കണോ? ഒന്നും മാറിയിട്ടില്ല. ഡ്രൈവർ വെച്ച് ഉപയോഗിച്ച വാഹനങ്ങളാണ്. കമ്പനി വന്ന പോലെ തന്നെയാണ്. 15 മുതലെന്നല്ല 19 വരെ ഇതേ ടൈപ്പാണ്. കഴിഞ്ഞ ശേഷം പിന്നെ ഡിഫൻഡർ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇത് 2015 ശേഷമുള്ള ഷേപ്പാണ്. അതിന് ശേഷം പിന്നെ ഡിഫൻഡർ ആണ് ഇറങ്ങിയത്. അല്ലല്ല, 19 വരെ ഈ ഷേപ്പാണ്. 19 വരെ ഈ ഷേപ്പാണ്. പിന്നെ ഡിഫൻഡർ ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ആസ്ക് പ്രൈസ്? ഇത് 29 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. എത്ര? 29 29 ലക്ഷം രൂപ. ഓക്കെ, 29 ലക്ഷമാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. വില കട്ട് ചെയ്ത് കുറച്ച് തരും കേട്ടോ, ഫിക്സ് റേറ്റ് അല്ല. വണ്ടി യാതൊരു കംപ്ലൈന്റ്, ഫോൾട്ട്, റീപ്ലേസ് ഒന്നുമില്ല. പക്ക കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ. ഓക്കെ, 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015 മോഡൽ 16 റൈസനായിട്ടുള്ള വണ്ടി. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇത് നമുക്കൊരു ഇറ്റിയോസ് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2017 മോഡലാണ്. 2017 മോഡലാണ്. ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ VXD ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ ആണ്, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 1,04,000 കിലോമീറ്റർ. 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഉള്ള വണ്ടിയൊക്കെ കമ്പനി സർവീസ് വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. ഇല്ല. ഒരു ക്വാർട്ടർ ഗ്ലാസ്, ഒരു മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. പക്ക വണ്ടിയാണ് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ കട്ടകളുടെ ടയർ ഉണ്ട്. ഈ ടാക്സി കാറിലുണ്ടെങ്കിൽ നോക്കിയോ കേട്ടോ. മെയിൻ ആയിട്ട് ടാക്സി കാറാണ് ഇങ്ങനത്തെ വണ്ടിയൊക്കെ യൂസ് ആക്കല്. ഇറ്റിയോസ് ആകുമ്പോൾ മെയിൻ്റെനൻസ് കമ്മി, അതുപോലെ തന്നെ ഡിക്കി സ്പേസ് കാര്യങ്ങൾ, പിന്നെ ലോങ് യാത്രക്കൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാല് കേട്ടോ. എത്രയും ചോദിക്കുന്നത്? 7,60,000 രൂപ. 7,60,000 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. മോഡൽ പറഞ്ഞ 2017 VXD. ഓക്കെ, 2017 ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ചോദിച്ചെത്രല്ലോ? 7,65,000 ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കാല് കേട്ടോ. ഇത് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാം. പെട്ടെന്ന് പോകുന്ന ഒരു പീസാണ് കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 2018 മോഡല്. 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് G4 ആണ് അല്ലെ? G4 മാനുവൽ വണ്ടി, 7 സീറ്റർ ആണ്. ഓക്കെ, വണ്ടി എന്തുപാട് റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 98,000 കിലോമീറ്റർ. 98 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ, ഒരു സാധനം മാറിയിട്ടില്ല. പക്ക ജെനുവിൻ വണ്ടിയാണ്. തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒരു 7 സീറ്റർ വാഹനമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് എത്ര ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത്? 17,80,000 രൂപ. 17,80,000 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂലേ? തീർച്ചയായിട്ടും. ഓക്കെ, മാക്സിമം ചെയ്തു തരും കേട്ടോ. ഇവിടെ ചോദിക്കുന്ന ചോദ്യമല്ല, നിങ്ങൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കട്ടിയായിട്ട് കുറച്ച് തരും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയാളി. ഇവിടെ നല്ലൊരു ഡബിൾ കളറിൽ വരുന്ന ഒരു വിറ്റാര ബ്രസ്സ
പരിചയപ്പെടാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. മോഡൽ 2017 മോഡല്. ഓപ്ഷൻ ZDI പ്ലസ് ആണ്. ZDI പ്ലസ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. 66,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വെറും 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. തന്നെ ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. വണ്ടി മേജർ തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. പക്ക വണ്ടിയാണ്, മിയ വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? 8,40,000 രൂപ. 8,40,000 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. ഇവിടെ നമുക്ക് ഒരു നിസാൻ ടെറാനോ പരിചയപ്പെടാം. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? ഇത് 2013 മോഡലാണ്. 110 ആണ്. 110 പവർ കൂടും കേട്ടോ. 110 ആണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 53,000 കിലോമീറ്റർ. 53 ഓടിയിട്ടുള്ളൂ തന്നെ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ റീപെയിന്റ് കയറിണ്ടാവും. അതായത് ഈ ബമ്പറിൽ അതല്ലാതെ മേജർ തട്ടുമുട്ടി പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കട്ടയുള്ള ടയർ ഉണ്ട്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എത്രയും ചോദിക്കുന്നത്? ഇത് നമ്മൾ 4,25,000 രൂപ. 4,25,000 രൂപ ചോദിക്കുന്നുണ്ട്. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. വേണമെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. വില കുറച്ച് കൊടുക്കൂല. ഹ്യുണ്ടായിന്റെ കറക്റ്റ് നമുക്ക് നോക്കാം. ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ബ്ലാക്ക് കളർ പിന്നെ പൊതുവെ മാർക്കറ്റിൽ ഒരു കിട്ടാത്തൊരു പീസാണ്. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2018 മോഡല്. ഇ പ്ലസ് ആണ്. പിന്നെ 1.4 എഞ്ചിനിൽ വരുന്ന. ഓക്കെ. സാധാരണ അത്യാവശ്യം മൈലേജ് മൈലേജ് കൂടുതൽ കിട്ടും. 1.4 ആകുമ്പോക്ക് മൈലേജ് കൂടുതൽ കിട്ടും. 18-20 വരെ മൈലേജ് റേഞ്ചിൽ വരും. പിന്നെ വണ്ടി ഇത് എത്ര ഓടിക്കണേ? ഇത് 73,000 കിലോമീറ്റർ ഓടി. 73,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 73,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. ഓക്കെ. മേജർ ആക്സിഡന്റ് ജെനുവിൻ വണ്ടിയാണ്. യാതൊരു കംപ്ലൈന്റ് ഒന്നുമില്ല. നല്ല മിയ വണ്ടിയാണ്. ഇത് എത്ര ചോദിക്കുന്ന വില? ഇത് 9,65,000 രൂപ. 9,65,000 രൂപ ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കും. ഓക്കെ. നെഗോഷ്യബിൾ ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. മോഡൽ എത്ര പറഞ്ഞെങ്കിൽ? 2018. ഇവിടെ നമുക്കൊരു ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് മോഡൽ? ഇത് 2013 5 സ്പീഡ് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. എത്ര ഓടിക്കും? മാർക്കറ്റുള്ള വണ്ടി. അതെ. ഈ ടൈപ്പ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളതാണ്. അതെ. ഇതൊക്കെ നമ്മളെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻക്വയറി പോകുന്നതാണ്. എന്താണ് അതിൽ പ്രത്യേകത? ഇത് 5 സ്പീഡ് അത്യാവശ്യം നല്ല ആദ്യത്തിനേക്കാൾ മൈലേജ് ഉണ്ടാവും. ടൈപ്പ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എന്താ മെയിൻ ആയിട്ട് മൈലേജ് ഒന്ന് കൂടും. പവർ കൂടുന്നുണ്ടോ? പവറും കൂടും. 5 ഗിയർ അല്ലേ? വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? 1,48. ഈ വണ്ടിക്ക് നിങ്ങൾ എത്ര ആസ്ക് ചോദിക്കണേ? ഇത് 15,90 അല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? നമുക്ക് ഏകദേശം കുറച്ച് കൊടുക്കാം. കച്ചവടമല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ. അതെ. 2013 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 15,90 അല്ലേ ചോദിച്ചത്? വില കുറച്ച് കേട്ടോ. ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ ആണ്. 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്രാമത്തെ ഓണറിലാണ് നിൽക്കുന്നത് ഇത് വണ്ടി? ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഇന്നോവ കാർ നോക്കാം. ഇതെങ്ങനെ മോഡല്? 2014 മോഡലാണ്. 14 മോഡലാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ഓപ്ഷൻ ആണ്. ബി ഓപ്ഷൻ അല്ലേ? ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 85,000 കിലോമീറ്റർ. 85 ഓടിയിട്ടുണ്ട്. പിന്നെ കമ്പനി സർവീസ്. ഫസ്റ്റ് ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് കേട്ടോ. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ് കേട്ടോ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഒരു 10 പോയിട്ട് ഒരു 15 കിലോമീറ്റർ വരെ കൂടുതൽ ഉണ്ടാവും. 1000 കിലോമീറ്റർ വരെ വ്യത്യാസം ഉണ്ടാവില്ല. അത്രയും ജെനുവിൻ കിലോമീറ്റർ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഈ വണ്ടിന്റെ ഉള്ളിൽ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് 8 സീറ്റാ 7 സീറ്റാണ്? 8 സീറ്റ് RC ഇൻക്ലൂഡ് ആണ്. ഓക്കെ. 8 സീറ്റ് വണ്ടി കേട്ടോ. കമ്പനി 8 സീറ്റ്. ഓക്കെ. കമ്പനി 8 സീറ്റ് ആണ് വണ്ടി. ഇതിനെത്ര നിങ്ങൾ ആസ്ക്? 12,75 നമ്മൾ ചോദിക്കുന്നത്. 4 പുതിയ ടയർ, ഫുൾ കമ്പനി. ഓക്കെ. കട്ടുള്ള 4 ടയറാണ് കേട്ടോ. ഓക്കെ. ഇൻഷുറൻസ് ഒക്കെ പുതിയതുണ്ടല്ലോ? പുതിയത്. ഓക്കെ. 12,75 വില കുറയൂലേ? ആസ്കിംഗ് പ്രൈസ് കുറച്ച് കൊടുക്കും. ഓക്കെ. 2014 മോഡല് ബി ആണ് ഓപ്ഷൻ വരുന്നത്. G4 അല്ല. 85,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് കേട്ടോ. 12,75 മൂപ്പര് ചോദിച്ചത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി കളി കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇവിടെ ഒരു തിരൂർ റൈസനായിട്ടുള്ള ഒരു ഇന്നോവ കാർ നോക്കാം. ഇത് മോഡൽ എങ്ങനെയാണ്? 2012 ഓപ്ഷൻ വരുന്നത് ബി ആണ്. ഓക്കെ. 2012 ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. കമ്പനി ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കമ്പനിയിൽ വരുന്നതാണ്. വണ്ടി ഉള്ളിൽ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. 2012 ആണെങ്കിലും പുതിയൊരു വണ്ടിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ വണ്ടി അവര് കാണുന്നുണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 1,22,000. 1,22,000.
ഓക്കെ ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയത്. ഓക്കെ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല, പക്ക ജെനുവിൻ വണ്ടിയാണ്. ഓക്കെ എത്ര ചോദ്യം? ആസ്കിങ് 9.5 ചോദിക്കുന്നത്. 9.5 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. ഓക്കെ ഒറിജിനൽ കേരള ആയതുകൊണ്ടാണ് ആ rate അല്ലേ? വിശേഷം. അത് മാത്രമല്ല ആക്സിഡന്റ് ഹിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ ഞങ്ങൾ ഓട്ടം പറഞ്ഞത് ഇത് 1,22,000 കിലോ. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പിന്നെ ഒറിജിനൽ കേരള ആയതുകൊണ്ട് പിന്നെ അതിന് കൂടുതലൊന്നും ഓടിയിട്ടുണ്ടാവില്ല. ഇല്ല. അപ്പൊ ഈ വീഡിയോയിലെ ഈ 2 വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ വാട്സപ്പ് ആയിട്ട് അയച്ചു തരും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്, ചന്ദനക്കാവാണ് പ്ലേസ് വരുന്നത്. അതായത് ഇപ്പോൾ തിരുനവായെന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ, അതേപോലെ തന്നെ പുത്തനത്താണിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 4 കിലോമീറ്റർ അല്ല അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇത് എങ്ങനെയാണ് ബ്രസ്സ കാര്യങ്ങൾ? 2018 മോഡലാണ്. 2018 ഡീസൽ വണ്ടി. ഏതാണ് ഓപ്ഷൻ വരുന്നത്? VDI ഓപ്ഷൻ. VDI ആണ് ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് 2 കളറിൽ വരുന്ന വണ്ടിയാണ്. ഇത് സ്റ്റിക്കർ ഒടിച്ചല്ലേ? ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 1,06,000 കിലോമീറ്റർ ഓടി. 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി മേജർ തട്ടുമുട്ട് വരക്ക് കമ്പനി സർവീസ് ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ്. മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് അല്ലേ? ഓക്കെ മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കാണ്. പക്ക വണ്ടിയാണ്. ഓക്കെ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ നല്ല വണ്ടി. എത്ര ചോദിക്കുന്നത് വില? ഇത് നമ്മൾ ചോദിക്കുന്ന വില 6,75,000 രൂപ. 6,75. മോഡൽ എത്ര പറഞ്ഞു? 2018 VDI. 2018 ഓപ്ഷൻ പിന്നെ VDI ആണ് കേട്ടോ. 6,75 ചോദിക്കുന്നത് വില. പിന്നെ താത്തി കൊടുക്കൂലേ? ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്ക് എക്സ്പ്രസ് നോക്കാം. ഇത് ഓട്ടോമാറ്റിക്കാ? 2023 മോഡല്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഏത് ഓപ്ഷൻ പിന്നെ? VXI പ്ലസ് ഓപ്ഷൻ. VXI പ്ലസ് ഓപ്ഷൻ. ഓക്കെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. സ്റ്റീരിയോ മറ്റേത് കമ്പനി സെറ്റ് ഒക്കെ വരുന്നതാണ്. ഓക്കെ വണ്ടി എന്തുവാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ജെന്യുവൻ 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി വണ്ടിയാണ്. എക്സ്പ്രസോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഓക്കെ ഇതിന് എത്ര ചോദിക്കുന്നത്? 5,25,000 രൂപ. 5,25 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. ഓക്കെ 2023 മോഡലാണ് കേട്ടോ. വെറും 18,000 കിലോമീറ്റർ ഓടി വണ്ടിക്ക് ചോദിക്കുന്നത് 5,25. ഓട്ടോമാറ്റിക് വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ.